ടെക്നോളജി ആൻഡ് സേഫ്റ്റി എന്ന 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ആദ്യമായി കേരളത്തിൽ ആരംഭിക്കുന്നത് പാലക്കാട് വള്ളിയോട് സെന്റ് മേരീസ് പോളിടെക്നിക് കോളേജിലാണ്. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സർ, എന്താണ് ഈ കോഴ്സ്? എന്നെപ്പോലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, ഒന്ന് പറഞ്ഞു തരാമോ? ഈ ഫയർ ടെക്നോളജി ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് ജീനയുടെ മനസ്സിലേക്ക് തോന്നുന്ന കാര്യം എന്താ? ഒരു ബിൽഡിങ്ങിൽ തീ പിടിക്കുകയാണെങ്കിൽ അത് അണയ്ക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന കോഴ്സാണോ? ശരി, ഭൂരിഭാഗം ആളുകളുടെ മനസ്സിലുള്ള ഒരു കാര്യം അത് തന്നെയായിരിക്കും. പക്ഷെ അതല്ല, ഒരു അപകടരഹിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന പഠനം എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അതിന് പറയാം. അതായത് നമ്മുടെ വീടിനകത്തുള്ള ചെറിയ സുരക്ഷാ കാര്യങ്ങൾ മുതൽ നമുക്ക് വലിയൊരു എയർപോർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള വലിയ വലിയ സുരക്ഷ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതുവരെയുള്ളൂ. അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഫാക്ടറി മുതൽ നമ്മുടെ വീടിനകത്തുള്ള അടുക്കള വരെയുള്ള മേഖലകളിലെ സുരക്ഷ എല്ലാം ഒരുക്കുന്ന ഒരു പഠനമാണ് ഈ പറഞ്ഞ ഫയർ ടെക്നോളജി ആൻഡ് സേഫ്റ്റിയിൽ വരുന്നത്. ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം ഏതൊക്കെ മേഖലകളിലുള്ള ജോലികൾക്ക് സാധ്യത? വിവിധ മേഖലകളിലേക്കാണ് നമുക്ക് ജോലി സാധ്യതകൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത്. കെട്ടിട നിർമ്മാണം, അതിൽ വീട് നിർമ്മാണം മുതൽ വ്യവസായ മേഖലകളിലെ നിർമ്മാണങ്ങൾക്ക് വരെ നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യതകളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ടണലുകൾ, ഷിപ്പ് യാർഡുകൾ, മെട്രോ എന്നുള്ള മേഖലകൾ, കെമിക്കൽ ഫാക്ടറികൾ എന്നുള്ള മേഖലകളിലെല്ലാം ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. തീപിടുത്തം ഉണ്ടാകാനുള്ള സാഹചര്യം കണ്ടുപിടിക്കുകയും അതിനുള്ള സുരക്ഷ ഒരുക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന മേഖലകളിലും ജോലി സാധ്യതകളുണ്ട്. ഇനിയിപ്പോൾ സ്വദേശത്ത് മാത്രമല്ല, വിദേശത്തായാലും സർക്കാർ അർദ്ധ സർക്കാർ മേഖലകളിലും നമുക്ക് ജോലി സാധ്യതകളുണ്ട്. ഇനിയിപ്പോൾ അതുകൂടാതെ ടീച്ചിങ് മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ ടീച്ചിങ് മേഖലകളിലും നമുക്ക് ജോലി സാധ്യതകൾ ഒരുപാടുണ്ട്. പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്, അവിടെ നമുക്ക് ഫയർ ആൻഡ് ടെക്നോളജി സേഫ്റ്റി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലിയിലേക്ക് കയറാവുന്നതാണ്. അതുപോലെ തന്നെ സാറ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ പൊതുസമൂഹത്തിൽ ഈ ഫയർ ടെക്നോളജി ആൻഡ് സേഫ്റ്റി എന്നുള്ള ഈ ഒരു കോഴ്സിൽ ഒരുപാട് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന കേസൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ചെറുതായിട്ട് ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സാധിക്കും. ഇനിയിപ്പോൾ അതല്ല, നമ്മളൊരു റോഡിലൂടെ സഞ്ചരിക്കുക എന്ന് വെച്ചോ, ആ സമയത്ത് ഇപ്പോൾ ജീന ഒരു ആക്സിഡന്റ് കാണുക, അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യും? വ്യക്തി എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കും. ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളും അത് തന്നെയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ എങ്ങനെയാണ് ആ ഒരു വ്യക്തിയെ നമ്മൾ ക്യാരി ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ സമയത്ത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട്, അതല്ലെങ്കിൽ ഒരു CPR കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്, എങ്ങനെയാണ് CPR കൊടുക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ചോക്കിങ് പോലെയുള്ള പ്രശ്നങ്ങൾ വരികയാണ്. ആ സമയത്ത് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്ത ഒരുപാട് വ്യക്തികളുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആ ഒരു ഇഞ്ചുറി കൂടുകയോ അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ ആ ഒരു വ്യക്തി നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്നിരിക്കും, അവിടെ ആ ഒരു ഡോക്ടർ, ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആ ഒരു വ്യക്തിയുടെ ഹെൽത്തിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. പക്ഷേ ആ ഡോക്ടറിന് ഒരു സമയത്ത് ഒരു വ്യക്തിയെ മാത്രമാണ് ശുശ്രൂഷിക്കാനോ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനോ സാധിക്കത്തുള്ളൂ. പക്ഷേ ഈ ഒരു ഓഫീസറെ സംബന്ധിച്ച്, ഈ ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് ഒരുപാട് വ്യക്തികൾക്ക് അവരുടെ ലൈഫിൽ വരാവുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റും. അതായത് അപകടം വരാതെ തന്നെ സൂക്ഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിക്കാൻ പറ്റും, സുരക്ഷ ഒരുക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിനാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഈ ഒരു കോഴ്സിലെ പല കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. ഞാനൊരു കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി മാത്രം ഇവിടെ വന്നത്. പക്ഷേ ഈ കോഴ്സിന് പൊതുസമൂഹത്തിൽ ഇത്ര പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. താങ്ക് യു.